ഹിയർ വി ഗോ ഷെസ്നി ടു ബാസ ഇസ് ഡൺ. അങ്ങനെ റിട്ടയർമെൻറ്റിലുണ്ടായ താരത്തെ തിരിച്ച് ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ബാസ. ഈ കഴിഞ്ഞ ജൂലൈ ടൈമിലാണ് റിട്ടയർ ആയത്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ നമുക്ക് ആവശ്യമായതുകൊണ്ട് ഉള്ള കോണ്ടാക്ട്സ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ച് ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആയിട്ടായിരിക്കില്ല വരാൻ വേണ്ടി പോകുന്നത്. പകരം ഇനാക്കി പീനയുടെ ബാക്കപ്പ് ആയിട്ടായിരിക്കും. 1 ഇയർ കോൺട്രാക്റ്റാണ് ബാസ നിലവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താരത്തിന് 1 ഇയർ കോൺട്രാക്റ്റാണ് ബാസ ഓഫർ ചെയ്തത് എന്ന് ഫെബ്രീസിയോ പറയുന്നുണ്ടെങ്കിലും അത് പക്ക 1 ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കത്തില്ല. പകരം സീസൺ എൻഡാകുന്നത് വരെയുള്ളൊരു കോൺട്രാക്റ്റ് ആയിരിക്കും. പിന്നെ പ്ലെയറിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് യുവൻറ്റസിൽ ലഭിക്കുന്ന രീതിയിലുള്ള സാലറി ആയിരിക്കത്തില്ല. പകരം ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. പിന്നെ നിലവിൽ ബാസക്ക് വേണമെങ്കിൽ വലിയൊരു എമൗണ്ടൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ടാസ്റ്റുകളുടെ 80% സാലറിയും അതേപോലെ തന്നെ സാലറി ക്യാപ്പിൻ്റെ 2% ആഡ് ആക്കിയിട്ട് വലിയൊരു സാലറി കൊടുക്കാൻ പറ്റും. പക്ഷേ ബാസ കൊടുക്കും തോന്നില്ല. അപ്പോൾ എന്തായാലും ശരി, ബാസ വലിയൊരു തുക കൊടുക്കാതെ നമുക്കൊരു ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണിൻ്റെ ഒരു പകുതി ആകുമ്പോഴേക്കും ഫ്ലിക്ക് ഷെസ്നിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. ഇനാക്കി പിന്നെക്കാളും അദ്ദേഹം ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷെസ്നിനെ ആയിരിക്കും. എന്തായാലും ശരി, നിലവിൽ ഇനാക്കി പിന്നെയാണ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന മാച്ച് ആയിട്ടുള്ള, അതായത് ഗെറ്റാഫിനെതിരെയുള്ള മത്സരത്തിൽ ഇനാക്കി പിന്നെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടാവും എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മാച്ചിന് ശേഷം നാളെ നമ്മുടെ ഷെസ്നിയുടെ മെഡിക്കലും ഒക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് പ്ലെയറിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ബാസ നടത്തിയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഏക ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിലുള്ള UCL മാച്ചിൽ പ്ലെയറിന് കളിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പ്ലെയറിന് കളിക്കാൻ സാധിക്കത്തില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന റൂമേഴ്സൊക്കെ പറയുന്നത് നമുക്ക് ഷെസ്നിയുടെ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുമെന്നാണ്. അത് പറയാനുള്ള കാരണം നിലവിലുള്ള UCL സ്ക്വാഡിൽ ആകെ 2 ഗോൾ കീപ്പേഴ്സാണുള്ളത്. അതിലൊരു പ്ലെയർ ഇഞ്ചേർഡ് ആയതുകൊണ്ട് ആ ഒരു പ്ലെയറിൻ്റെ സ്ലോട്ടിലേക്ക് പുതുതായിട്ട് വന്ന ഗോൾ കീപ്പറെ രജിസ്റ്റർ ചെയ്യാം. ഈ ഒരു ടൈമിൽ തന്നെ രജിസ്റ്റർ ചെയ്യാം എന്നൊരു റൂമർ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും വരും ദിവസങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ശരി, ഷെസ്നി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി പ്ലെയറെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലെയറിൻ്റെ വരവോടുകൂടി ഇനാക്കി പിന്നെ ഇമ്പ്രൂവ് ആവോ ഇല്ലയോ എന്നതെല്ലാം കണ്ട് തന്നെ അറിയാം. അപ്പോൾ എന്താണ് ഈ ഒരു ഡീലിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോത്തിലുള്ള അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.